ട്രാവൽ മാക്സ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ യാത്ര ഇന്ന് കോയമ്പത്തൂരിലേക്കാണ്. അപ്പോൾ കോയമ്പത്തൂർ സിറ്റിയും അതിനോടനുബന്ധിച്ച ഇഷ യോഗ സെൻറ്റർ, അതേപോലെ പേരൂർ അമ്പലം, മരുതമലൈ, അതേപോലെ GD കാർ മ്യൂസിയം, അങ്ങനെ കോയമ്പത്തൂരിൻ്റെ ഉക്കടം, ഒപ്പനക്കാര സ്ട്രീറ്റ്, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളാണ് കാണാനാണ് ഇന്ന് നമ്മളുടെ യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറായ വാളയാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നൊരു 25 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇന്നത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഇഷ യോഗ സെൻ്ററാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ മരുതമല എങ്ങനെ പോവും. ഒരു പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്. കോയമ്പത്തൂർ സിറ്റി തന്നെ വലിയ സിറ്റിയാണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ സെക്കൻഡ് ലാർജ് സിറ്റിയാണ് കോയമ്പത്തൂർ. ചെന്നൈ കഴിഞ്ഞാൽ കോയമ്പത്തൂരാണ് ഏറ്റവും വലിയ സിറ്റി. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ അതിർത്തിയായ വാളയാറിലാണ്. വാളയാർ ടോളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വാളയാർ കറക്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഉള്ളത്. ഇവിടെ നിന്ന് 25 കിലോമീറ്റർ കോയമ്പത്തൂർ സിറ്റിയിലോട്ട്. അപ്പോൾ നമ്മൾ നേരെ സിറ്റിയിലോട്ടല്ല പോകുന്നത്, നമ്മൾ നേരെ ഇഷ യോഗ സെൻറ്ററിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ എട്ടിമട പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെയാണ് നമ്മുടെ പ്രസിദ്ധമായ ആ ഒരു കോളേജ്, അമൃത വിശ്വവിദ്യാപീഠം, അമൃത കോളേജ്. ആ മലയുടെയൊക്കെ താഴ്വാരത്തായിട്ടാണ് ആ കോളേജ് ഉള്ളത്, അമൃത കോളേജ്. അപ്പോൾ നമ്മളിത് വാളയാറും കോയമ്പത്തൂരിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് എട്ടിമട. ഇതാണ്. ഇവിടെ നിന്ന് അതിനേത് അപ്പുറത്തേക്കോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ആ മലയുടെ താഴ്വാരം എത്തിക്കഴിഞ്ഞാലാണ് ആ കോളേജ് ഉള്ളത്. വളരെ പ്രസിദ്ധമാണ്. വിദേശത്തു നിന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. വലിയൊരു ക്യാമ്പസാണ്. ആ മലകളുടെ ഒരു താഴ്വാരം മുഴുവൻ ഒരു ക്യാമ്പസാണ്. ഇതാണ് നമ്മൾ തമിഴ്നാട്ടിലുള്ള പിങ്ക് ബസ് കേട്ടോ. അതിൻ്റെ പുറകിൽ കണ്ട പിങ്ക്, ഈ പിങ്ക് ബസ്സിൽ നമുക്ക് ലേഡീസിന് ടിക്കറ്റ് ഇല്ല, ഫ്രീ ആണ്. ഇത് മാക്സിമം സിറ്റികളിലാണ് കൂടുതലുണ്ടാവുക. വലിയ ലോങ് റൂട്ടുകളിൽ ഉണ്ടാവില്ല. സിറ്റികളിലൊക്കെ ഇങ്ങനത്തെ ബസ്സുകളുണ്ടാവും. അതേപോലെ ലേഡീസിന് ഫ്രീ സർവീസാണ് കേട്ടോ ഈ ഒരു പിങ്ക് ബസ്സിന്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ജംഗ്ഷന് കോവൈ പുത്തൂർ പിരിവ് എന്ന് പറയും. നമ്മൾ മധുക്കര കഴിഞ്ഞിട്ട് തൊട്ടുള്ള സ്റ്റോപ്പാണ് കോവൈ പുത്തൂർ പിരിവ്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് അടിക്കണം. ലെഫ്റ്റ് അടിച്ചിട്ട് പോയാലാണ് നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഇഷ യോഗ സെൻറ്ററിലേക്ക് പെട്ടെന്ന് പോകാൻ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് അടിക്കണം. ഇവിടെ ഊട്ടി, പേരൂർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ബോർഡ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ യോഗ സെൻറ്ററിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. നമുക്ക് സിറ്റി സെൻറ്ററിൽ പോയിട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് അടിച്ച് പോകാം. അപ്പോൾ നമ്മൾ പുത്തൂർ പിരിവിൽ നിന്ന് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ നിന്നൊരു 25 കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് ഇത് നേരെ ഈ റോഡ് നേരെ പോകുന്നത് ശിരുവാണി ഡാമിലേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് തിരിയേണ്ടത്. ഇങ്ങനെയല്ല, റൈറ്റിലേക്ക് തിരിയണം. നേരെ ഇഷ യോഗ സെൻറ്ററിലേക്ക്. ഇവിടെ എത്തിയപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിന്നാണ്. പരിപ്പുവടയും ചായയും കൂടി. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഈ കട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ശിരുവാണി ഡാം, അങ്ങോട്ടേക്ക് ഡാമിലേക്ക് പ്രവേശനമില്ല, ഡാമിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ കോവൈ കുട്രാലം ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് കോവൈ കുട്രാലം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഇഷ യോഗ സെൻറ്ററിലേക്ക് പോകുന്നു. പോയിട്ട് തിരിച്ചു വരുമ്പോൾ കോവൈ കുട്രാലത്തിൽ പോകാൻ പറ്റുകയാണെങ്കിൽ കടത്തി വിടുക എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ ഒന്ന് റെസ്ട്രിക്ഷൻ വല്ല ഉണ്ടാവും. മഴയൊക്കെ ആയ കാരണം കണ്ടില്ലേ, കാലാവസ്ഥയൊക്കെ മഹാമോശമാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ വല്ല ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. എന്തായാലും ആദ്യം നമുക്ക് ഇഷ യോഗ സെൻറ്ററിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതിലോട്ട് പോകാം, കോവൈ കുട്രാലത്തിലോട്ടോ. ഇഷ യോഗ സെൻറ്ററിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് മെയിൻ എൻട്രൻസിലല്ലാതെ ഇപ്പുറത്ത് കൂടെയാണ് വന്നത്. ഒരു പൂണ്ടി പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്നുള്ള ആ റോഡിൽ കൂടെയാണ് വന്നിരിക്കുന്നത്. ആ ഭാഗത്താണ് നമ്മൾ ഈ കോട്ടേജസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ ഇത്തിരി നല്ല കാണാൻ നല്ല സ്റ്റൈലായിട്ടുള്ള റോഡും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മെയിൻ എൻട്രൻസിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് ആ വഴി അതിനെ മറ്റേ ആദിയോഗിയുടെ ശില്പത്തിൻ്റെ അവിടേക്കൊക്കെ പോവാം. അതിൽ കൂടെ അതിനെ നടന്നു വന്നൊക്കെ പോവാം. പക്ഷേ കുറച്ചും കൂടി ഭംഗി ഈ ഒരു വഴിയാണ്. അപ്പോൾ അതാണിത് നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് നമ്മൾ നേരെ ഈ ഇഷ ഫൗണ്ടേഷൻ്റെ ഇഷ യോഗ സെൻറ്ററിൻ്റെ
മറ്റേ കോട്ടേജസ് അങ്ങനെയുള്ളതൊക്കെ മെഡിറ്റേഷൻ സെൻറ്റർ, യോഗ മെഡിറ്റേഷൻ സെൻറ്റർ, യോഗ സെൻറ്റർ അങ്ങനെയുള്ള അവിടേക്കാണ് ഇത് ചെന്നെത്തുന്നത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ വഴി വരുകയെന്ന് വെച്ചാൽ കാണാനൊക്കെ നല്ല രസമാണ്. ശരിക്കും ആ മലയുടെയൊക്കെ അടിവാരമായിട്ട് വരും, വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒക്കെ അടിവാരങ്ങളായിട്ട് വരുന്നുണ്ട്. ഇവിടെ കൃഷികളൊക്കെ ഒരുപാട് നടത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇഷ യോഗ സെൻറ്ററിൻ്റെ മെഡിറ്റേഷൻ സെൻറ്ററാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വഴി വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു എൻട്രൻസാണ് കിട്ടുന്നത്. ഇവിടെ ഒരുപാട് കോഫി ഷോപ്പുകളും അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മെഡിറ്റേഷൻ സെൻറ്ററിൽ. കണ്ടില്ല, ഇവിടെ മൊബൈൽ ഫോണ്, ക്യാമറ അങ്ങനെയുള്ളതൊന്നും നോട്ട് അലൗഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ മൊബൈൽ ഫോണ് അങ്ങനെയുള്ളതൊന്നും ഈ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ ഉള്ളിൽ, യോഗ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അലൗഡല്ല. അപ്പോൾ ഈ പുറകുവശത്ത് അതേപോലെ ആദിയോഗിയുടെ ശില്പത്തിൻ്റെ അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു മെഡിറ്റേഷൻ സെൻറ്ററിൽ മാത്രം ഈ ഒരു മെഡിറ്റേഷൻ സെൻറ്ററിൽ മാത്രം നമുക്ക് ഒന്നും മൊബൈൽ ഫോണ് അങ്ങനെയുള്ളതൊന്നും ഇല്ല. പേഴ്സും വാട്ടർ ബോട്ടിലും മാത്രമേ ഇതിലേക്ക് അലൗഡുള്ളൂ. മറ്റുള്ള സാധനങ്ങളൊന്നും ഉള്ളിലോട്ട് അലൗഡല്ല കേട്ടോ. ഇല്ലേ, ഇതാണ് ഇഷ യോഗ ഫൗണ്ടേഷൻ്റെ മെയിൻ ഭാഗം. ഇവിടെ കോഫി ഷോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു ടൂറിസ്റ്റ് പോയിൻ്റായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടല്ല, അത് ശരിക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് നമ്മളിപ്പോൾ ഇഷ യോഗ സെൻറ്റർ മാറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ, വിദേശികളായാലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ് ആയാലും ഒരുപാട് പേര് ഇവിടെ ഈ ഒരു ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇത് മാറിയതുകൊണ്ട് ഇവിടെ അങ്ങനെ ജാതി മതഭേദം ഒന്നുമില്ല, എല്ലാവരും വരുന്നുണ്ട് കേട്ടോ, എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. പിന്നെ ഇവിടെ മൊബൈൽ ഫോൺ എന്തുകൊണ്ട് നോട്ട് അലൗഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു മെഡിറ്റേഷൻ സെൻ്ററാണ്, യോഗ മെഡിറ്റേഷൻ സെൻ്ററാണ്. നിശബ്ദത അങ്ങനെയുള്ളതൊക്കെ പ്രാധാന്യമാണ്. അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ മൊബൈൽ ഫോൺ അങ്ങനെയുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപകമായതുകൊണ്ട് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ ഇരിക്കില്ലല്ലോ, പല സൗണ്ടുകളുണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുന്നത്, മൊബൈൽ ഫോൺ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുന്നത്. ഇവിടെ നേരെ നമുക്ക് ആദിയോഗിയുടെ ശില്പമുള്ള അവിടെ പോകാം. ഇത് നമ്മൾ കോയമ്പത്തൂർ ടൗണിൽ നിന്നുള്ള ബസ് ഡിപ്പാർച്ചറിൻ്റെയും അറൈവലിൻ്റെയും ടൈമാണ് കേട്ടോ. ഇത് നിങ്ങൾ പോസ്റ്റേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കിക്കോളൂ. ഇഷ യോഗ സെൻറ്ററിലേക്ക് വരുന്ന ബസ്സിൻ്റെ ടൈമിംഗ് ആണ്. ഇവിടെ നമ്മൾ പൈസ കൊടുക്കണം, എൻട്രി ടിക്കറ്റ് കൊടുക്കണം. എത്ര എണ്ണ? അല്ല ബൈക്ക് 10 രൂപ, 10 എടുക്കും. അങ്ങനെ അവിടെ നമുക്ക് ബൈക്ക് എൻട്രി, പാർക്കിങ്ങിൻ്റെ എൻട്രി 10 രൂപയാണ്. ബൈക്കും കാറൊക്കെ നിർത്തുന്ന അവിടെ
ആദിയോഗിയുടെ ശിലയുള്ളത്. ഫെബ്രുവരി 18-ാം തീയതി 2017 ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞത്. ജഗ്ഗി വാസുദേവ് എന്ന സദ്ഗുരു ജഗ്ഗി വാസുദേവ് എന്ന യോഗിവര്യനാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ശില്പത്തിന് 500 ടണ്ണ് സ്റ്റീലും കൊണ്ടാണ്, സ്റ്റീലും അതിനോടനുബന്ധിച്ചിട്ടുള്ള വസ്തുക്കളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ 600ഓളം ശില്പികളും കരകൗശല വിദഗ്ധരൊക്കെ ചേർന്നിട്ടാണ് ഈ ശില്പം 8 മാസം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഫൗണ്ടർ ഞാൻ പറഞ്ഞാൽ ജഗ്ഗി വാസുദേവ് തമിഴ്നാടുകാരനാണ്. തമിഴ്നാട്ടിൽ തന്നെ ഒരു യോഗിവര്യനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ, സദ്ഗുരു ജഗ്ഗി വാസുദേവ്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അതൊരു ചില്ലറ ഏരിയ ഒന്നുമല്ല, ഒരുപാട് സ്ഥലമാണ് ഇതിനായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സൈനിങ് ഉണ്ട്. എന്താ വെച്ചാൽ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾ ഉടുക്കുന്ന ഒരു സാരിയാണ് ഈ ചുവപ്പും മഞ്ഞയായിട്ടുള്ളത്. കണ്ടില്ലേ? വണ്ടി അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ സെൻറ്റർ, യോഗ സെൻറ്ററിലേക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വണ്ടികളിൽ 10 രൂപ എന്തോ ചാർജുള്ളൂ. നേരെ ഇവിടെ നിന്ന് ഇതേപോലെ വണ്ടികളിൽ, കാളവണ്ടി, മോഡേൺ കാളവണ്ടിയിൽ അവിടെ എത്തിക്കണ്ട. കാസേ ഗുജറാത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. വേണ്ട, ഇതുപോലെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഗുജറാത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഗോതമ്പ്, നെൽകൃഷി അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അൾട്രാ വൈഡാണ്. గగన్ స్వామి ఆడున్నాడు. అట్లా కనపడిన గుళ్ళన్నీ చూసుకొని మొక్కొని పోతాను. ലൈനായിട്ട് വരുന്നുണ്ടല്ലേ? അല്ല, ഇത് തമിഴ്നാട് మాల కాదు ഒരു 90% ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. ഗുജറാത്തിൽ നിന്ന് UP നിന്ന്, അതുപോലെ തന്നെ മധ്യപ്രദേശ്. ഞാനിവിടെ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അതായത് 90% നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും ഈ ഇഷായോഗ സെൻറ്ററിലെ. പിന്നെ നമ്മുടെ ശബരിമല സ്വാമിമാരും. നമ്മൾ നേരത്തെ പോയത് നേരെ ആ റോട്ടിൽ അങ്ങോട്ടേക്ക് പോയി. കാറ് തിരിയുന്ന കണ്ടില്ലേ? ഇതാണ് ശരിക്കുള്ള എൻട്രൻസ്. ഇങ്ങോട്ടേക്ക് പോയാലാണ് പാർക്കിങ്. ഇതാണ് ശരിക്കുള്ള എൻട്രൻസ്. പിന്നെ നമ്മൾ അതിൽ കൂടെ പോയാലും അപ്പുറത്ത് ആ റോഡിൽ കൂടെ അങ്ങോട്ട് പോയാലും നേരെ ആ കോട്ടേജുകൾ, അതേപോലെ മെഡിറ്റേഷൻ സെൻറ്റർ,
നമ്മൾ ഫസ്റ്റ് കാണിച്ച മെഡിറ്റേഷൻ സെൻറ്റർ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അതിന് അകത്തു കൂടെ തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് വരാം കേട്ടോ, ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വരാം. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. വലിയ ബസ്സുകളൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഇതിൽ കൂടെ നേരെ ഇതിൽ കണ്ട് പോവാം. അതേപോലെ റൂട്ട് ബസ്സുകൾ വരുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പോകുള്ളൂ. നേരെ അപ്പുറത്ത് കൂടെ പോയി പൂണ്ടി പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് നേരെ മെഡിറ്റേഷൻ സെൻറ്റർ, നമ്മൾ ഫസ്റ്റ് കാണിച്ച മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ അതിൽ കൂടെ വന്ന് അതിനകത്ത് കൂടെ വന്നുകൊണ്ട് ഇവിടുത്തെ പാർക്കിങ്ങിൽ വരണം. തിരിച്ച് ഇതാണ്ട് ഈ ബസ്സുകളൊക്കെ ഗവൺമെൻറ് ബസ്സുകളാണ്. ഇതൊക്കെ ഗാന്ധിപുരത്തു നിന്ന് വരുന്ന ബസ്സുകളാണ് കേട്ടോ. ഗാന്ധിപുരത്തു നിന്ന് വരുന്ന ഇത് ഇത്തിരി ഹൈ ഫ്ലോർ ബസ്സാണ്. ഇതിന് ടിക്കറ്റ് കുറച്ച് കൂടുതലാണ്. ഇതിൻ്റെ വേറെയുണ്ട്, ടിക്കറ്റ് കമ്മിയായ ബസ്സുകളുണ്ട്. അപ്പോൾ ഗാന്ധിപുരത്തു നിന്ന് ഉക്കിടത്തുനിന്ന് എല്ലാ വഴിക്കും ഇഷ യോഗ സെൻറ്ററിലേക്ക് ബസ്സുകളുണ്ട്. ബസ്സിൻ്റെ ടൈമിങ്സൊക്കെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നോക്കുക. അപ്പോൾ ഇവിടെ ഇഷ യോഗ സെൻറ്റർ ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ക്വാളിറ്റി കമ്മിയായിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ മഹാമോശമാണ്. വെയിൽ പറയുന്ന സാധനമില്ല, നല്ല തണുപ്പ്. പക്ഷെ നമുക്ക് കാണാൻ ഈ വീഡിയോ എടുക്കാതെ നമുക്ക് ഇഷ യോഗ സെൻറ്റർ കാണാൻ വരികയാണെന്ന് വെച്ചാൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോയിൽ ക്ലൈമറ്റ് മഹാമോശമായിരിക്കും. കാരണം എന്താ വെച്ചാൽ വെയിൽ പറയുന്ന സംഭവമില്ല. ഇപ്പോൾ സമയം ഇത്രയായിട്ടും 11 മണിയായിട്ടും വെയിലൊന്നുമില്ല. അപ്പോൾ ഇതാണ്. ഇപ്പോൾ നമ്മൾ ഇഷ യോഗ സെൻറ്റർ വിടുകയാണ്. നമ്മൾ ഞാൻ അടുത്തത് കുട്രാളം പോകാൻ പറ്റുമോ നോക്കട്ടെ. കോവേ കുട്രാലത്തിൽ പോകാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കാലാവസ്ഥ എന്തെങ്കിലും മോശമായതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് കടത്തിവിടുക എന്നുള്ളത് അറിയില്ല. കടത്തിവിടുകയാണെന്ന് വെച്ചാൽ കോവേ കുട്രാലം പോകും. എല്ലാവരും ഇനി നേരെ ഇവിടെ നിന്ന് നമുക്ക് പേരൂരിൽ നിന്ന് നേരെ മരുന്നമല. അങ്ങനെ പാർട്ടായിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മുടെ ഈ കോയമ്പത്തൂരുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ കോവേ കുട്രാളം പോകുന്നതിന് ഇനി ഇവിടെ നിന്നൊരു 4 കിലോമീറ്ററും കൂടി ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഇതിൽ ടിക്കറ്റ് പെർ ഹെഡിന് 60 റുപ്പീസ്, ബൈക്കിന് 20 രൂപ ആയിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീ പറയുന്നത്. ഫോറസ്റ്റിന് കൊടുക്കേണ്ടത്. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ആ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് ഇവരുടെ വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ നമുക്ക് കയറി പോകണം കേട്ടോ. അല്ലേ, നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. നമുക്ക് ലൈനായിട്ട് അതിൽ കയറണം. ആ സൈഡ് ഏത് വേണമെങ്കിലും. ഞാൻ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ്സിന് ഇതിൻ്റെ ഫോറസ്റ്റുകാരൻ്റെ ബസ്സിന് ഇവിടെ വന്നു. ഇവിടെ ഇറങ്ങി ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ വേണം നമ്മൾ ഈ കോവേ കുട്രാലം വാട്ടർഫാൾസിലേക്ക്. ചെറിയൊരു വാട്ടർഫാൾസാണ് തോന്നുന്നു. അങ്ങനെ നടന്ന് പോകണം. ഇതിൽ കൂടെ ഒരു അഡ്വഞ്ചറിങ് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ, ചെറിയൊരു തൂക്കുപാലം പോലെയൊക്കെ. പക്ഷെ അതൊന്നും ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്, ഒക്കെ പോയി. എന്തുണ്ടാക്കുകയാണെന്ന് വെച്ചാലും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്തിട്ടുള്ള ഇതുപോലെ ഉണ്ടാവും. മെയിൻറ്റെയിൻസ് കറക്റ്റായിട്ട് അതിൻ്റേതായ സമയത്ത് മെയിൻറ്റെയിൻസ് ചെയ്തിട്ടുള്ളവരുടെ ഇതുപോലെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ കോവേ കുട്രാളം വാട്ടർഫാൾസ്. നല്ല ഹൈറ്റ് എന്നുള്ള വാട്ടർഫാൾസ് ആട്ടോ അത്. നല്ല മുകളിൽ വാട്ടർഫാൾസാണ്. നല്ല മുകളിൽ നിന്ന് വാട്ടർഫാൾസാണ്. ഇതാ 2 പേര് കാവൽക്കാർ വേറെ അവിടെ ഉണ്ട്. 2 കാവൽക്കാർ വേറെ ഉണ്ട് പറയാം. മുകളിൽ നിന്നുള്ള വാട്ടർഫാൾസ്, നല്ല ഹൈറ്റ് എന്നുള്ള വാട്ടർഫാൾസാണ്. കുറച്ച് ഫോഴ്സ് കമ്മിയായിട്ടുണ്ടെന്നുള്ളത്.
ഉണ്ടല്ലേ. നമുക്ക് താഴൊക്കെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിൻ്റെ വാട്ടർഫാൾസിൻ്റെ താഴെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം. നല്ല മഴ പെയ്യുമ്പോൾ നല്ല വെള്ളച്ചാട്ടമായിരിക്കും അല്ലേ. നല്ല ഫോഴ്സിൽ വരുന്നുണ്ടാവും അവിടെ നിന്ന് മുകളിൽ നിന്ന്. അതിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് ആ കുളിക്കുന്ന ഭാഗം കൂടി ഒന്ന് പോവാം. ക്ലോക്ക് റൂം. നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്ന് നേരെ ഇതിലേക്ക് വന്ന് ഇവിടെ വന്ന് കുളിക്കാട്ടാ. കുളിക്കാനുള്ള സൗകര്യവും എല്ലാം ആക്കിയിട്ടുണ്ട്. ആൾക്കാർ മുഴുവൻ ഇതിൻ്റെ താഴെ നിന്ന് കുളിക്കുന്നത്. കുറച്ച് സൂക്ഷിക്കണം ഇവിടെയൊക്കെ കുളിക്കുമ്പോൾ. ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ കുളിക്കുന്നുണ്ട്. ഫാമിലി കുട്ടികളെല്ലാവരും കുളിക്കുന്നുണ്ട്. വഴുക്കൽ പറഞ്ഞാൽ വഴുക്കലൊന്നും ഉണ്ടായില്ല. ഇതാ തട്ടിലൊക്കെ വന്ന് കുളിക്കാം. കണ്ടില്ലേ. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇട്ടൊന്ന് പോവാം. അതാണല്ലേ വാട്ടർഫാൾസിൻ്റെ താഴ്ഭാഗം നല്ല കോൺക്രീറ്റൊക്കെ ചെയ്ത് സ്റ്റെപ്പാക്കി ആൾക്കാർക്ക് കുളിക്കാൻ പറ്റുന്ന രീതിയിൽ വാട്ടർഫാൾസ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോവെ കുട്രാലം. ആൾക്കാർ നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇല്ല ഇഷ യോഗ സെൻറ്ററിൽ നിന്ന് അവിടെയൊക്കെ കണ്ട് നേരെ അവിടെ നിന്ന് നമ്മൾ കുട്രാലം വന്നു. അവിടെ നിന്ന് ശരിക്കും ഒരു 7 കിലോമീറ്ററോ 8 കിലോമീറ്ററോ ഉള്ളൂ കുട്രാലത്തിലേക്ക്. അതായത് ഇഷ യോഗ സെൻറ്ററിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇഷ യോഗ സെൻറ്ററിൽ വരുന്നവർ നേരെ കുട്രാലം വന്ന് കാണാൻ നല്ലൊരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം ഫാൾസ് ചെയ്യണത്. ഈ കുട്രാലം വരുന്ന വിസിറ്റേഴ്സിന് കുളിക്കാനായിട്ട് അവർ അതിനായിട്ടുള്ള സ്റ്റെപ്പ് കോൺക്രീറ്റും കൊണ്ട് അതൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന്, ഈ കുട്രാലം വരുന്ന വിസിറ്റേഴ്സിനെ അവിടെ വന്ന് കുളിച്ച് നല്ല ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുളിച്ച് നല്ല വിശാലമായി കുളിച്ച് നമുക്ക് അവിടെ നിന്ന് പുറപ്പെടാം. അതുപോലെ തന്നെ നമ്മൾ ഈ കുട്രാലം എത്തിക്കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതിൻ്റെ തൊട്ട് തന്നെയാണ് കാറുകളോ ബൈക്കുകളോ എന്താണോ വരുന്നതൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആ ടിക്കറ്റ് നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുത്ത ടിക്കറ്റ് നമ്മൾ ഇവിടെ വന്ന് സ്കാൻ ചെയ്തിട്ട് ഇവിടുത്തെ ഫോറസ്റ്റുകാരൻ്റെ വണ്ടിയിൽ വേണം നമുക്ക്
പോകാൻ. ഇവിടെ നിന്നൊരു ഈ ചെക്ക് പോയിൻ്റ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഈ കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട് അടുത്ത സ്റ്റോപ്പിലേക്ക്, അടുത്ത പോയിന്റിലേക്ക്. അവിടെ അടുത്ത പോയിന്റിൽ ഒരു ചെറിയൊരു ഈ വണ്ടി ഇവിടെ നിന്ന് പോകുന്ന ഈ ഫോറസ്റ്റിൻ്റെ വണ്ടി അവിടെ നമ്മളെ ഇറക്കി വിടും. വിസിറ്റേഴ്സിനെയൊക്കെ അവിടെ ഇറക്കി വിട്ടിട്ട് അവിടെ നിന്ന് നമുക്ക് നടന്നു പോകണം. ഒരു ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. 1 കിലോമീറ്റർ ഇല്ല, ഈ വാട്ടർഫാൾസിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു 3/4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നേരെ തിരിച്ച് അതേപോലെ തന്നെ അവരുടെ വണ്ടിയിൽ തിരിച്ച് ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്ഥലം, പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇവരുടെ ചെക്ക് പോയിൻറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ തിരിച്ചിറക്കി വിടും. അപ്പോൾ ഇതാണ് കുട്രാലത്തെ നല്ല ഫാമിലിയോട് കൂടിയിട്ട് ഇഷ യോഗ സെൻറ്ററിലേക്കും അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് വരുന്നവർ വലിയ ദൂരമൊന്നുമില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് വരികയാണെന്ന് വെച്ചാൽ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് തിരിഞ്ഞ് നേരെ ഇഷ യോഗ സെൻറ്റർ കഴിഞ്ഞ് അവിടെ നിന്ന് ജസ്റ്റ് 10 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വൈബാണ്. ഫാമിലിയോട് കൂടിയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഫോറസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫോറസ്റ്റിലൊക്കെ വരുമ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ വിടില്ല. അവർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ തന്നെ നമ്മൾ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ ഈ വലിയ DSL ക്യാമറയൊന്നും അങ്ങോട്ടേക്ക് പറ്റില്ല, മൊബൈലൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ ഇതൊക്കെയാണ് കുട്രാലത്തെ വിശേഷങ്ങൾ. നമ്മൾ ഇന്ന് ഇഷ യോഗ സെൻറ്റർ അതുപോലെ തന്നെ കുട്രാലം, കോവേ കുട്രാലം ഇത് രണ്ടും കണ്ടു. രണ്ടും അടിപൊളി സ്ഥലമുണ്ടാ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് കോയമ്പത്തൂർ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇത് ഒഴിവാക്കരുത്. കോവൈ കുട്രാലവും അതേപോലെ ഇഷ യോഗ സെൻറ്ററും ഇനിയുമുണ്ട്. കോയമ്പത്തൂരിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ തീരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു പാർട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണുന്നവരെ ബൈ.